ഞങ്ങൾ നിൽക്കുന്നത് എവിടെയാണ്, എന്തൊക്കെയാണ് ആ വിശേഷങ്ങൾ എന്നെല്ലാം പറഞ്ഞു തുടങ്ങാം അല്ലേ? കേരളത്തെ സംബന്ധിച്ച് അഭിമാനകരമായ ഒരു ചരിത്ര ദിവസമാണിത്. നമ്മൾ അങ്ങനെ ഇതും ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ഒരു മലയോര ജനതയുടെ, ഒരു ജില്ലയുടെ, ഒരു നാടിൻ്റെ ഏറ്റവും വലിയ ആവശ്യത്തെ, ഒരു വലിയ സ്വപ്നം, ഒരു ഭാവിയിലേക്കുള്ള ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കം കുറിക്കുകയാണ്. ഇത്രയും വിശേഷണങ്ങളിൽ നിന്ന് നേരിട്ട് കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് വയനാട് തുരങ്കപാതയ്ക്ക് തുടക്കം കുറിക്കുന്ന ആനക്കാംപൊയിലാണ്. ആനക്കാംപൊയിലിൽ ഇരുവഴിഞ്ഞു പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിന്മേലാണ് നിങ്ങൾ ഒരു പാലത്തിലാണ് ഈ പാലത്തിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത ഇപ്പോ ഇങ്ങനെ നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ ജയേഷ് അതിങ്ങനെ തരുന്നുണ്ട്. അതായത് നമ്മുടെ പശ്ചിമഘട്ട മലനിരകൾ ഇങ്ങനെ പൊതിഞ്ഞു നിൽക്കുന്ന തിരുവമ്പാടി നിയോജക മണ്ഡലം, കോടമഞ്ഞൊക്കെ ഇങ്ങനെ കാണാം. അതിങ്ങനെ താഴേക്ക് ഇറങ്ങുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ മലമുകളിൽ നിന്ന് കുത്തി ഒഴുകി വരുന്ന ഈ ഒരു ജലപ്രവാഹമാണ് നമ്മൾ കാണുന്നത്. ഇരുവഞ്ഞിപ്പുഴയിലേക്കാണ് ഇത് പോകുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും മൊയ്തീൻ സിനിമയിലല്ലേ, അതിലൂടെ മൊയ്തീൻ്റെ പുഴയാണ് എന്ന് പറയുന്ന നിലയാണ് അതിലുള്ളത്. അപ്പോൾ അതാ ഇങ്ങനെ കിഴക്ക് നിന്ന് കുത്തി ഒലിച്ച് ഈ മഴക്കാലത്ത് പോകുന്നു. രാവിലെയും നല്ല മഴയായിരുന്നു. ആ മഴ ഇങ്ങനെയൊന്നും അല്പം മാറി നിൽക്കുന്നേ ഉള്ളൂ. സൂര്യൻ അങ്ങനെ പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു പ്രത്യേകത അറിയോ ചേർത്തേട്ടാ? ഇവിടെയാണ് സംസ്ഥാനത്തിന്റെ മറ്റൊരു സ്വപ്ന പദ്ധതിയായ മലയോര ഹൈവേയും ഈ ടണൽ പ്രോജക്റ്റും തമ്മിൽ ചേരുന്നത് ഇതിന്റെ സമീപത്ത്. മനു, വേറൊരു കാര്യം, നമ്മൾ പോകുന്ന ഈ പാലം, അത് ഞാൻ അല്പം മുമ്പ് നമ്മൾ പിന്നീട് കാണും, ഉലഹനാൻ ചേട്ടനെ കണ്ടിരുന്നു. ഇവിടെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ആളാണ് അദ്ദേഹം. രാവിലെ നടക്കാൻ പോയിട്ട് പള്ളിയിലേക്കൊക്കെ പോകുന്ന സമയമായതുകൊണ്ട് സംസാരിച്ചു. നമ്മളത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് പിന്നാലെ പ്രേക്ഷകരിലേക്ക് വരുത്താം. നമ്മുടെ ഗുഡ് മോർണിംഗ് കേരളത്തിന് മുമ്പായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയും ഈ പാലം അത് തൊട്ടപ്പുറത്ത് നമ്മൾ കടന്നു ചെല്ലാൻ പോകുന്ന കോടഞ്ചേരി പഞ്ചായത്തിലേക്കാണ്. ഇത് നമ്മൾ തിരുവമ്പാടി പഞ്ചായത്തിന്റെ എൻഡാണ്. ഈ പാലമാണ് അതിർത്തി. തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ പെട്ടതാണ്. ഈ പാലം ഇപ്പോൾ വർഷങ്ങളെ ആയിട്ടുള്ളൂ. മലയോര പാതയോട് ചേർന്ന് വന്നതാണ്. നേരത്തെ അവിടെ ഒരു ഇരുമ്പ് പാലമായിരുന്നു. ഒരു ഭാഗത്തുകൂടി മാത്രം വാഹനങ്ങൾ കടന്നു പോകുന്ന നിലയിൽ ഒരു ചെറിയ ഇരുമ്പ് പാലമായിരുന്നു. അതൊക്കെ മാറി ഈ വലിയ റോഡും മലയോര ഹൈവേയും അതിനോടനുബന്ധമായ പാലവും തുരങ്കപാതയും. അപ്പോൾ തുരങ്കപാത എന്നുള്ളത് ഒരു നാടിനെ എങ്ങനെ മാറ്റി തീർക്കും, എത്രമാത്രം ആവശ്യകതയുള്ളതാണ് എന്നുള്ളതാണ്. സംസ്ഥാനത്തിൻ്റെ ഏറ്റവും മികച്ച, ഏറ്റവും ശക്തമായ വലിയൊരു പ്രോജക്റ്റ് എന്നുള്ളതാണ് ഈ വയനാടിനെയും കോഴിക്കോടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ തുരങ്കപാതയുടെ സവിശേഷത. ഈ ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ കുറച്ച് ദിവസം നമുക്കറിയാം ഈ വയനാട് ചുരം ഇടിയുന്ന ഒരു സാഹചര്യം, അവിടെ മണ്ണിടിച്ചിലുണ്ടായി, ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടുന്നു. വയനാട് പൂർണ്ണമായും ഒറ്റപ്പെടുന്ന ചില നേരത്തെങ്കിലും ഒറ്റപ്പെടുന്ന ഒരു ഘട്ടമുണ്ടായി. പക്ഷെ ആ സമയത്തൊക്കെയാണ് മനുഷ്യർ ഈ ഒരു ആവശ്യകത മനസ്സിലാക്കുന്നത്. കറക്റ്റ് സമയത്താണ് അതിന്റെ ഒരു ഉദ്ഘാടനം നടക്കുന്നത്. മനു, അത് മാത്രമല്ല, മനു പറഞ്ഞത് ഈ താമരശ്ശേരി ചുരത്തിന്റെ ഒക്കെ ഇപ്പോഴത്തെ ഈ ചുരം ഇടിഞ്ഞ് വലിയ തോതിലുള്ള വയനാടിങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. ഇറങ്ങാനോ കയറാനോ പറ്റാത്തൊരവസ്ഥയാണ്. അതെ 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 നമ്മുടെ തുരങ്കപാത യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് മഴയത്തും വെയിലത്തും ഇനി മഞ്ഞത്തോ ഏത് കാലാവസ്ഥയിലും ഏറ്റവും സുഗമമായി വരാം. അതായത് ഇവിടുന്ന് 22 കിലോമീറ്റർ നമ്മൾ ഏതാണ്ട് ചുരം കയറി 40-ൽ പരം കിലോമീറ്റർ സഞ്ചരിച്ചാൽ മാത്രം അത് നമ്മൾ കാത്തിരിക്കണം. ഇന്ന് ചുരം എങ്ങനെയുണ്ട്, അപകടങ്ങളുണ്ടോ, യാത്ര സ്മൂത്താണ്, എല്ലാവരും ചുരം കുട്ടൻ അങ്ങനല്ലേ, ചുരം കയറുന്നവരെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ ഞാൻ കുഴപ്പമുണ്ടോ, സ്മൂത്ത് ആണോ, ബ്ലോക്ക് ഉണ്ടോ. എമർജൻസി സമയത്ത് വയനാട് ജനത പൂർണ്ണമായും ആശ്രയിക്കുന്നത് ചികിത്സയ്ക്ക് വേണ്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ്, അതുപോലെ തന്നെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രികൾ. അവരൊക്കെ ഇവിടേക്ക് എങ്ങനെ എത്തുന്ന പോലും ഇപ്പൊ നമുക്കറിയാം. ദുരന്തം നടന്ന ഘട്ടത്തിൽ പോലും ആൾക്കാരെ ഇങ്ങോട്ടേക്ക് എത്തിക്കാനൊക്കെ ചുരത്തിനൊരു ബ്ലോക്ക് വന്നാൽ ആശങ്കയായി. അപ്പോൾ അതെല്ലാം കണ്ടുകൊണ്ട് ഭാവി കേരളത്തെയും ഭാവി കാലത്തെയും കണ്ടുകൊണ്ടുള്ള വലിയ പദ്ധതിയാണ്. രാജ്യത്തെ ഏറ്റവും വലിയ ഇരട്ട ടണൽ 4 വരി പാതയാണ്. 2134 കോടി രൂപയുടെ അതിബൃഹത്തായ ഒരു ഉത്തരവാദിത്തമാണ് സംസ്ഥാന സർക്കാർ, പിണറായി സർക്കാർ ഏറ്റെടുക്കുന്നത്. 8.7 കിലോമീറ്ററാണ് നീളം. അതിൽ 8.1 കിലോമീറ്ററും തുരങ്കമാണ്. 2 സ്ട്രെച്ചുകൾ, 2 ഇതിലായിട്ടാണ് നിർമ്മാണം. ആദ്യത്തെ സ്ട്രെച്ചിൽ പാലവും അപ്രോച്ച് റോഡും വരും. രണ്ടാമത്തെ സ്ട്രെച്ചിലാണ് തുരങ്കം വരിക. അങ്ങനെ ആകെ 2134 കോടിയുടെ പദ്ധതി. കൊങ്കണാണ് നിർമ്മാണ നിർവഹണ ഏജൻസി. ത്രികക്ഷി കരാറാണ്. അതിനകത്ത് കേരള പൊതുമരാമത്ത് വകുപ്പുണ്ട്, മന്ത്രി മുഹമ്മദ് റിയാസിന്റെ PWD വകുപ്പുണ്ട്, അതുപോലെ കിഫ്ബി ഉണ്ട്, നമ്മുടെ ധനകാര്യമന്ത്രി KN ബാലഗോപാലിന്റെ നിയന്ത്രണത്തിൽ വരുന്ന കിഫ്ബി ഉണ്ട്, അതുപോലെ കൊങ്കൺ റെയിൽവേ സംസ്ഥാന സർക്കാരിന്റെ പ്രോജക്റ്റാണ്. സവിശേഷത എന്നുള്ളത് ഈ 4 വരി വരുമ്പോൾ 2 ഒരു എമർജൻസി വിഷയങ്ങളൊക്കെ വന്നാൽ ഒരു തീപിടുത്തമൊക്കെ ആംബുലൻസിനൊക്കെ പ്രത്യേക പാതയുണ്ട്. അല്ല, ലോകത്തെ ഈ 8 കിലോമീറ്റർ വരുന്ന രാജ്യത്തെ ഏറ്റവും വലിയ ഈ ടണൽ പാത, 4 വരി പാത, ഇരട്ടപ്പാത. അപ്പോൾ അതിൽ എല്ലാ ആധുനിക സുരക്ഷാ സംവിധാനങ്ങളും
വളരെ അധികം ഒരുക്കിയിട്ടുണ്ട് എന്നതുകൂടിയുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അതിന്റെ വിശദാംശങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങനെ ഇത്രയും അധികം പ്രയോജനം കിട്ടുന്ന ഒരു പദ്ധതിയെ ആരെങ്കിലും എതിർക്കുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? എതിർത്ത അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വളരെ മുമ്പ് അതിശക്തമായി ഇതൊന്നും അല്ല വികസനം, ഇത് പശ്ചിമഘട്ട മലനിരകളെ തകർക്കുന്നതാണ്, ഇത് ഒരു തരത്തിലും അനുവദിക്കില്ല എന്ന നിലപാട് പ്രതിപക്ഷ നേതാവ് നേരത്തെ എടുത്തിരുന്നു. പക്ഷേ ടി സിദ്ദിഖ് ഇപ്പോൾ അവിടെ വയനാട് ജില്ലയിൽ നിന്നുള്ള MLA ഇതിനെ വളരെയധികം സ്വാഗതം ചെയ്തുകൊണ്ട് വയനാടിന്റെ യാത്രാ പ്രശ്നങ്ങളാകെ മാറുന്നു, ഭാവി വികസനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, ടൂറിസം സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഈ നാടിന്റെ ആവശ്യകതയോ മനുഷ്യരുടെ വികാരങ്ങളോ മനസ്സിലാക്കാതെയാണോ പ്രതിപക്ഷ നേതാവ് പല ഘട്ടങ്ങളിൽ നിലപാട് സ്വീകരിക്കുന്നത്? അല്ല, അതുകൊണ്ടാണല്ലോ നിലപാട് തിരുത്തേണ്ടി വരുന്നത്. കാരണം ഇത്തരം കാര്യങ്ങൾ അനിവാര്യമാണ്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പരിശോധനകളും ശാസ്ത്രീയ പരിശോധനകളും മാത്രമല്ല ഈ നിർമ്മാണ ഘട്ടമുണ്ടല്ലോ മനു, അതിൻ്റെ ഓരോ 6 മാസം കൂടുമ്പോഴും വിദഗ്ധ സമിതി ആ നിർമ്മാണ പുരോഗതി വിലയിരുത്തും എന്നുള്ളത് കൂടിയുണ്ട്. ഞാൻ ഒന്നുകൂടി പറയാം, ഇത്ര വലിയൊരു ചുവടുവെപ്പിലേക്ക് കേരളം പോകുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ ഈ പ്രഭാതത്തിൽ, കാരണം എല്ലാവരുടെയും ദൃശ്യമാധ്യമങ്ങളുടെ പ്രഭാതം എന്ന് പറയുന്നത് വളരെ സജീവമായ മോർണിംഗ് ഷോയുടെ സമയമാണ്. പക്ഷേ എത്ര മാധ്യമങ്ങൾ ശക്തമായി ഇതിന്റെ ഒരു സ്പോട്ട് എന്താ പറയുക, നമ്മളൊരു നെഹ്റു ട്രോഫിയിൽ കണ്ടല്ലോ, അതിന്റെ ആവേശം എന്തുകൊണ്ട് ഇവിടെ കാണുന്നില്ല? അതേസമയം ഇത് പൂർത്തീകരിച്ചു വന്നാൽ അതൊരു വലിയ ഇവന്റായി മാറുമ്പോൾ അതിന്റെ മുമ്പിൽ നിൽക്കാൻ എല്ലാവരും, പക്ഷേ അധ്വാനത്തിന്റെ നിർമ്മാണത്തിന്റെ അതിബൃഹത്തായ ഒരു ഉത്തരവാദിത്വത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ ഒരു ആവശ്യകത, അതിന്റെ അനിവാര്യത, അതിന്റെ വലിയ സങ്കീർണമായ ഉത്തരവാദിത്വം, ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നതിനെ അതുപോലെ ജനങ്ങളിൽ എത്തിക്കാൻ അതിന്റെ ആ സാധ്യതകൾ, അതിന്റെ ആവശ്യകതയെക്കുറിച്ച് മാധ്യമങ്ങൾ പലപ്പോഴും വിസ്മരിക്കുന്നു എന്നത് നമ്മൾ കാണും. പക്ഷേ ഒരു കാര്യമുണ്ട്, രാവിലെ നമ്മൾ വന്നപ്പോൾ സംസാരിച്ചാണ്, പക്ഷേ സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ, നവമാധ്യമങ്ങൾ, സാമൂഹ്യ മാധ്യമങ്ങൾ അതിശക്തമായി ഈ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അനുഭവം കൂടി പറയാം. ഞാൻ ഈ അടുത്ത കാലത്ത് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ അവരുടെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുത്തു. അതിൻ്റെ വിഷയം തന്നെ എന്തായിരുന്നു? ലെഗസി മീഡിയ സോഷ്യൽ മീഡിയ തൂക്കിയോ എന്നുള്ളതായിരുന്നു. അതെ, കാരണം വെച്ചാൽ മുഖ്യധാര മാധ്യമങ്ങൾ അവരുടെ വിശ്വാസ്യത പലപ്പോഴും നഷ്ടപ്പെടുത്തുന്നു, ഇത്തരം ഉത്തരവാദിത്തങ്ങൾ പറയേണ്ടത് പറയാതിരിക്കുന്നു, ഇവന്റുകൾക്ക് പുറകിൽ അങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു കാലമുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞതാ നടന്നതാ ഈ പാലത്തിലൂടെ സഞ്ചരിച്ച് ഇപ്പുറത്ത് വന്നത് വീണ്ടും തിരുവമ്പാടി പഞ്ചായത്തിലേക്ക് കയറുകയാണ്.